ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി ട്രയോ. ഇറ്റ്സ് മീ അശ്വതി അജിത്ത്. ഞങ്ങളിപ്പോഴുള്ളത് എൻ്റെ വീട്ടിലാണ്, കോഴിക്കോട്. അവിടുത്തെ കുറച്ച് പ്രഭാത കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ കുളത്തിലേക്ക് നീന്താൻ പോവുകയാണ് കേട്ടോ. പാറുക്കുട്ടിക്ക് നീന്താൻ അറിയാത്തതുകൊണ്ടാണ് ട്യൂബൊക്കെ ആയിട്ട് പോകുന്നത്. കുളം വല്യച്ഛൻ്റെ വീട്ടിലാണ്. ഇതാണ് വല്യച്ഛൻ്റെ വീട്. വല്യച്ഛൻ ഇപ്പോൾ ഇല്ല കേട്ടോ. ഇവിടെ വല്യമ്മയും ഏട്ടനും ഏട്ടൻ്റെ ഫാമിലിയാണ് ഉള്ളത്. ഇതാണ് ഏട്ടൻ്റെ വൈഫും കുട്ടിയും. പാറുവിൻ്റെ ഒപ്പം കുളത്തിൽ നീന്തി കളിക്കാൻ ശ്രീകുട്ടിയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നേ. കൂടെ വരുന്നു എന്ന് ചോദിക്കേണ്ട താമസം അവൾ അമ്മയോട് പെർമിഷനൊക്കെ വാങ്ങി. അമ്മയുടെ പെർമിഷൻ കിട്ടിയപ്പം തുള്ളിച്ചാടി ട്യൂബൊക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. ഏട്ടനൊരു മോനും കൂടെ ഉണ്ടേ, ശ്രീകുട്ടൻ. അങ്ങനെ ഞാനും അജിത്തും പാറുക്കുട്ടിയും ഒപ്പം നമ്മുടെ ശ്രീകുട്ടിയും എല്ലാവരും കൂടെ കുളത്തിലേക്ക് പോവുകയാണേ. ഈ കുളത്തിന് ഒത്തിരി പഴക്കമുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ കുഞ്ഞിതാവുമ്പോഴേ ഈ കുളം ഇതുപോലും ഉണ്ട് കേട്ടോ. അവർക്ക് പോലും അറിയില്ല ആരാ ഈ കുളം ഉണ്ടാക്കിയെന്ന്. ഈ കുളം വേനൽക്കാലത്ത് പോലും വറ്റാറില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് പാടവും തോടും കനാലും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ കുളം ഇതുപോലെ നിറഞ്ഞിരിക്കും. ഇവിടെ തറവാട്ടിൽ നമുക്കൊരമ്പലമുണ്ടേ. ദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ. ദേവിയെ എന്നും നിവേദിക്കാൻ കുളത്തിൽ മുങ്ങി കുളിക്കണം. കാര്യമായിട്ട് അതിനാണ് ഈ കുളം ഉപയോഗിക്കാറ് കേട്ടോ. നമ്മുടെ പാറുക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് മുണ്ട കൊടുത്ത് ദേവിയെ തൊഴാനുള്ള പുറപ്പാടാണേ. ആള് ഒരു ഭക്തശിരോമണിയാണ് കേട്ടോ. കാര്യമായിട്ടുള്ള പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ ഉണ്ട്. ആദ്യം ഇവിടെ ഒരു നാലുകെട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ഈ അമ്പലം വീടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നേ. പിന്നീടാണ് സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീട് മാറ്റിയപ്പം അമ്പലവും പുറത്തേക്കാക്കിയത്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ.